ഇന്ന് നമുക്ക് 2011 മോഡലിലെ വി ഓപ്ഷൻ്റെ എല്ലാ ഫിറ്റിങ്സും സ്റ്റാറിംഗ് കൺട്രോൾ അലോയിൽ അങ്ങനെ എല്ലാ ഫിറ്റിങ്സും ചെയ്ത 2011 മോഡൽ G4 വേരിയൻറ്റുമായിട്ടാണ് നമ്മൾ സെയിൽ കൊടുക്കുന്നത്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് കേട്ടോ. അത് കിലോമീറ്റർ ഓടിയുള്ളത് 3,15,000 കിലോമീറ്ററാണ്. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് 2011-12 റേസർ വരുന്ന വാഹനമാണ്. ഇത് ടൈപ്പ് 2 വാഹനം ടൈപ്പ് 4ലേക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 8 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ. 4 കടുപ്പത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ 2011 മോഡലാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ മൈന്യൂട്ട് 1-2 സ്ക്രാച്ച് ബമ്പറിൻ്റെ ഭാഗത്തുണ്ടെങ്കിലും വേറെ മേജറായിട്ടുള്ള ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ വിൻഡോൻ്റെ ഈ ഒരു ഭാഗത്ത് ക്രോം വർക്ക് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 4 കടുപ്പത്തൻ ടയർ ഭാഗങ്ങളാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ വരുമ്പോഴേ നമുക്ക് ഡിക്കി പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫോർച്യൂണറിൻ്റെ വൈപ്പറാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിലില്ല. അതേപോലെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് ഉള്ളു കേട്ടോ. 2011 സംബന്ധിച്ചിടത്തോളം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. അത്രയും ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 സീറ്റ് വാഹനമാണ്. പിന്നെ സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. വി ഓപ്ഷൻ്റെ സ്റ്റാറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ സീറ്റ് കവറൊക്കെ ഉള്ളത്. റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും സീറ്റ് വൈസിന് അവിടെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. അത് ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. ഏതൊരു ഭാഗത്തും ഇത് മാക്സിമം ഹിസ്റ്ററി കാണിക്കാൻ കഴിയില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ. പിന്നെ മെക്കാനിക്കലും നമുക്ക് കൊണ്ടുപോയിട്ട് മേജറായിട്ടുള്ള മെക്കാനിക്കൽ പ്രോബ്ലങ്ങൾ ഒന്നും ഈ വാഹനത്തിന് ഉണ്ടാവില്ല. 2011 സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹൈ ക്വാളിറ്റി എൻജിനും ഹൈ ക്വാളിറ്റി ബോഡിയും ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയർ ഭാഗങ്ങളും തന്നെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ വാഹനം നമ്മളൊരു 80% വീലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിംഗ് കൺട്രോൾ അലോയ്സ് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. 2011-12 റേസറാണ് വരുന്നത്. കിലോമീറ്റർ ഓടിയില്ല നമ്മൾ പറഞ്ഞു 3,15,000 കിലോമീറ്റർ. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഈ വാഹനത്തിന് ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടാവും. ഒരു 1,80,000 ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടാവട്ടെ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,85,000 രൂപയാണ് കേട്ടോ. അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.